കാണാതായ ദിവസം അവൾ ഇറങ്ങിയത് നിന്റെ വീട്ടിലേക്കാ, നിന്നെ കാണാൻ. കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന ആൻസർ കൊണ്ട് കുറ്റം മറയ്ക്കാനൊന്നും ശ്രമിക്കണ്ട. സാറേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാറേ. സാറേ, ഹോസ്പിറ്റലെല്ലാവരും എന്നോട് നല്ല രീതിയിൽ പെരുമാറിയത്. ഈ നേഴ്സും അങ്ങനെ തന്നെ ആയിരുന്നു സാറേ. അല്ലാതെ ഞാൻ ഒരു തവണ പോലും അവരെ ഫോൺ പോലും ചെയ്തിട്ടില്ല സാറേ. സാറേ, അവരുടെ നമ്പർ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഒരു മാൻ മിസ്സിംഗ് പെറ്റീഷന്റെ ഗൗരവം എന്താണെന്ന് അറിയോ നിനക്ക്? കാണാതായ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവസാനമായിട്ട് ആരെയാണോ കണ്ടത് അയാളിലേക്ക് ചോദ്യങ്ങളും അന്വേഷണങ്ങളും നീളും. അതുകൊണ്ടാ നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. നിനക്കറിയില്ലടാ. സർ, സർ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇവൻ സത്യം പറയില്ല സാറേ. സാർ ഒരു പെർമിഷൻ തന്നാ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. സർ, എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ സാർ? സാർ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ? കൊണ്ടേ ചോദിക്കടോ. സർ, സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. പറയ് സാറേ. സാറേ, നീ അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരുത്തിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നില്ലേ? അന്നേ നിന്നെ ഞാൻ നോട്ടം ഇട്ടതാ. നിനക്ക് ശത്രുക്കളെ മുഖം മറിച്ച് തരുന്ന ഏർപ്പാടുണ്ടോടാ? ഉണ്ട് അല്ലേ? സാർ, നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നത്? ആ പെങ്കൊച്ചിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. ദേ ഇപ്പം മറ്റെന്തൊക്കെയാ ചോദിക്കുന്നു? ഒരു പോലീസുകാരന്റെ ദേഹത്ത് കൈ വീണാലുണ്ടല്ലോ, അത് ഗണിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ കിട്ടിയ 2-3 പേരുടെ ലിസ്റ്റില് നിന്റെ പേരും ഉണ്ട്. സാറേ, എന്താ സാർ? ആ കണക്ക് അവിടെ നിൽക്കട്ടെ. ആ പെണ്ണിനെ കുറിച്ച് പറ. ഉപയോഗിച്ചു, അതിനുശേഷം കൊന്നു കുഴിച്ചു മൂടി, അല്ലടാ? ഇല്ല സാർ, എനിക്കറിയില്ല സാർ. എനിക്കറിയില്ല സാർ. സാറേ, സത്യമായിട്ടും എനിക്കറിയില്ല സാറേ. നിനക്കറിയില്ലേ? എനിക്കറിയത്തില്ല സാർ. നിനക്കറിയില്ല. നീ കളിക്കരുത്. എനിക്കറിയില്ല. പ്ലീസ് സാറേ, പോലീസിനോട് നിന്റെ കളി വേണ്ട. സാറേ, എനിക്കൊന്നും അറിയത്തില്ല. പോലീസിനോട് നിന്റെ കളി മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കടാ. നിന്നെ ഞാൻ വിടില്ല. ഇവിടുന്ന് സത്യം പറഞ്ഞിട്ട് നീ പുറത്തു പോകുന്നു. സത്യം പറയടാ. ആ പെണ്ണിനെ നീ എന്ത് ചെയ്തടാ? സത്യം സത്യം പറഞ്ഞോളാം. നീ അങ്ങനെയാണെങ്കിൽ നിനക്ക് ലോകപ്പിൽ നിന്ന് പുറത്തിറങ്ങാം, കേട്ടല്ലോ? ഇല്ലെങ്കിൽ ഇവിടെ നിന്നെ കൊല്ലും ഞാൻ. സാറിനെ തല്ലുന്നെങ്കിൽ തല്ല്, കൊല്ലുന്നെങ്കിൽ കൊല്ല്. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയാം? നിന്നെ കൊണ്ട്
സാറേ 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 എനിക്കൊന്നും സത്യം പറയടാ അല്ലെങ്കിൽ ഇന്ന് കൊല്ലുന്നില്ലേ? കേടാ അവിടെ കൈയിട്ട് വലിക്കണ സാർ എനിക്കൊന്നും അറിയില്ല സാർ പ്ലീസ് സാർ. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നീ നോക്കട്ടാ. നേരെ കിട്ടിയാൻ വെച്ചിട്ടുണ്ടാ. നീ സത്യം പറയില്ലല്ലടാ. ആ പെൺകുട്ടി എന്താ ചെയ്തതെന്ന് നീ പറയില്ലല്ലേ? നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാന്ന് ഞാൻ നോക്കട്ടടാ. മിക്കവാറും നിന്നെ കൊന്ന് ഇതിനകത്ത് തന്നെ കുടിച്ചിടൂടാ. പാരട്ടെ അവന്റെ. സർ, ആ എത്ര തല്ലിയിട്ട് ഒരു രക്ഷയില്ല സർ. അവൻ ആളൊരു വല്ലാത്ത സാധനമാണ് സാറേ. വേറെന്തെങ്കിലും ചെയ്യേണ്ടി വരും. ആ വേണ്ട, ഒന്നും ചെയ്യണ്ട. ആ കുറച്ച് കേട്ടെ. ഓക്കെ സാർ. ആൻറ്റി ദാ കോഫി മോനെ വേണ്ടായിരുന്നു. കുടിക്കണം. അമ്മ, ശരവണ, എന്താ ഉണ്ടായത്? അമ്മ നൈറ്റ് അവർ ചെയ്തൊക്കെ തെറിയില്ലേ? കാലേക്ക് വരേക്കും അവർ കഥക് തുറക്കവേ ഇല്ലേ? ഞാനും ജ്യോതിയമ്മാവും അവിടെ എണ്ണ നറക്കപ്പോറതെന്ന് ഭയത്തിൽ തെറിയാതാ നിന്നെ. അനാ അവര് വെളിയിൽ വന്നപ്പോത് ഒരു പ്രശ്നമില്ലായിരുന്നു മേഡം. നൈറ്റ് നടന്നതൊന്നും ഓർമ്മയില്ലാത്ത മാതിരി ദിടീന്നൊരു ചായ കേട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് சொல்லி വെളിയിൽ വന്നേ. അപ്പോൾ പോലീസ് വന്നാச்சு. എന്നിട്ട് പോലീസുകാർ വന്ന് ഇങ്ങ ആറ് ജീവനെന്ന് കേട്ടെ. SI കൂപ്പിട്ടെന്ന് சொல்லி വണ്ടിയിൽ പൂട്ടിക്കൊണ്ടു പോയേ. അപ്പോ നീ അവന്റെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? ഇല്ലമ്മ, ഞാൻ പാക്കലേ. അവനെ തെരഞ്ഞ് പോലീസ് വരുമ്പോ അതൊക്കെ നോക്കണ്ടേ ശരവണ? ഞാനും ശരവണനും സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ശരവണൻ വാ. ആ മോനെ നിക്ക്. ജീവൻ എന്റെ മോനാണ്. പക്ഷെ അവൻ തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് പോലീസ് അവനെ കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ അതെന്താണെന്ന് വിശദമായിട്ട് ചോദിക്കണം. എന്നിട്ട് അവൻ തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരിക്കലും അതിലിടപെടരുത്. അവനെ ഇറക്കിക്കൊണ്ടുവരാനും ശ്രമിക്കരുത്. അമ്മ, അത് ഞാൻ പറയുന്നത് കേട്ടാ മതി. നിത്യ പറയുന്നത് എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? നിത്യ
ചെയ്തു തീർക്കേണ്ട പട്ടികയിൽ ചിലപ്പോൾ ഇതും കൂടെ കാണും. ശരവണ, വാ. ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. മകനെ പോലീസ് പിടിച്ച അമ്മമാര് പരിചയമുള്ള ആളുകളുടെ അടുത്ത് ഓടി നടക്കും, എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അമ്മ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ എന്തെന്നറിയാതെ ന്യായീകരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇനി അത് നടക്കില്ല. അവൻ ചെയ്ത തെറ്റിനെല്ലാം ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അവനിപ്പോ ജീവനോടുണ്ടാവോ? അമ്മ എന്തിനാ ഈ വാശി കാണിക്കുന്നേ? നന്നായിട്ടില്ല എന്ന് ജീവനെ പറയുന്നതല്ലാതെ ഒരു നിമിഷം നന്നായിട്ടുണ്ടെന്ന് ചിന്തിച്ചൂടെ? ഇതെന്തിനിങ്ങനെ കണ്ണടച്ചൊരാളെ കുറ്റവാളിയാക്കുന്നേ? നിന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. അതെന്തുകൊണ്ടാ? നിന്റെ ഉള്ളിലെ നന്മ കണ്ടിട്ടുള്ളതുകൊണ്ട്. അവനോട് എനിക്ക് ദേഷ്യമാണ്. അവന്റെ തിന്മ ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട്. ഓരോ തവണ നീ ന്യായീകരിക്കുമ്പോഴും സത്യം പറയാൻ എനിക്ക് പേടിയാണ്. കാരണം എന്താ? ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചറിവിന്റെ ഒരു ഘട്ടമുണ്ട്. അത് നീ താങ്ങോ എന്നോർത്ത്. എന്റെ മോളെ ഒക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. പക്ഷെ അതിന് ഒരുപാട് നിറമൊന്നും കൊടുത്തു കളയരുത്. പൊട്ടിത്തകർന്നു പോകുമ്പോ കണ്ണുനീര് പോലും കൂട്ടിനുണ്ടാവില്ല. വൈകാതെ മനസ്സിലാവും നിനക്ക് ഈ കാര്യങ്ങളൊക്കെ. പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ ബോധ്യമാക്കി തരാതിരിക്കില്ല ഇതൊന്നും. സർ, SI സാറിനെ ഒന്ന് കാണണമായിരുന്നു. എന്താ? സർ, ഞങ്ങൾ ജീവനെ അന്വേഷിച്ച് വന്നത്. താൻ അവൻ്റെ ആരാ? സുഹൃത്താണ് സർ. ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, മുകളിലും താഴെയായിട്ട്. എന്തിനാ സാർ ജീവനെ പിടിച്ചുകൊണ്ട് വന്നത്? ആ, അവൻ പണ്ട് കിടന്നിരുന്ന ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിനെ കാണാനില്ല. ആ നേഴ്സ് അവസാനമായിട്ട് ഇറങ്ങുമ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകുന്ന മറ്റുള്ളവർ പറഞ്ഞത്. പക്ഷേ അവനൊന്നും അറിയില്ലെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ആ പെൺകുട്ടി എവിടെ പോയി എന്നതിന് ഒരു ഉത്തരം വേണമല്ലോ. എന്താ താൻ ചോദിക്കുന്നുണ്ട് അവനോട്? സർ, ജീവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല സർ. എന്ന് നീയാണോ തീരുമാനിക്കുന്നത്?
ഞാൻ പറയുന്നത് കേൾക്ക്. നടക്കടി നടക്കാതെ മേഡം പ്ലീസ്. അതെ, ഇവര് വന്നതുകൊണ്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞതുകൊണ്ടും അല്ല സാറേ, ഇവര് ഭാര്യയും ഭർത്താവെന്ന് പറഞ്ഞാലേ അതിന് വല്ല തെളിവുണ്ടോ? സാറേ, ഇവനെ എനിക്കറിയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യമുന ലോഡ്ജിൽ നിന്ന് ഒരു പെണ്ണുമായിട്ട് ഇവനെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്നവളെ ഭാര്യ എന്നവൻ പറഞ്ഞ. മാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഇപ്പോഴാ കാണുന്നത്. എന്താടോ താനെന്താ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കാത്തെ? അത് കൊണ്ടുവരാൻ സർ. ഒരു മാസത്തെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോ, ഒരു മാസം സമയം പറഞ്ഞാലേ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് കൊണ്ടു തരുന്ന ഒരാള്. സാറേ, ഇവന്റെ കുടുംബം മൊത്തം ഇങ്ങനെയാണെന്നാ തോന്നുന്നത്. കുറെ പിഴച്ച പെണ്ണുങ്ങളും കൊല്ലാനായിട്ട് നടക്കുന്ന കുറെ ആണുങ്ങളും. സർ, കുറച്ചും കൂടെയൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കണം. അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന നിത്യോടും സാർ ഇതേ ഭാഷയിൽ തന്നെ സംസാരിച്ചത്. നിങ്ങൾ പോലീസുകാരൊക്കെ തന്നെയാ, ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ അർഹിക്കുന്ന മര്യാദ കിട്ടണം. മതിയിടോ. സർ, ജീവൻ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു എന്ന് സാറ് പറഞ്ഞല്ലോ. എന്തിനാ കിടന്നിരുന്നു എന്ന് സാർ അന്വേഷിച്ചോ? അയാളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് സാർ ചോദിച്ചോ? എന്താ അവസ്ഥ? സർ, ഇത് ജീവനെ ചികിത്സിച്ച ഡോക്ടറുടെ സർട്ടിഫിക്കറ്റാ. അയാളൊരു മെന്റൽ പേഷ്യന്റ് ആണ് സർ. ദാ വലിയൊരു ആക്സിഡന്റും അത് കഴിഞ്ഞുള്ള മാനസിക വിഭ്രാന്തിയും കഴിഞ്ഞ് അയാളെ ഈ അടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടയച്ചത്. സർ, അങ്ങനെയുള്ള ഒരാളെ മാനസികമായിട്ട് ഉപദ്രവിച്ചാല് അയാളുടെ പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു പോകില്ലേ സർ? സർ, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു മെന്റൽ പേഷ്യന്റിനെ ഉപദ്രവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ നിങ്ങൾക്ക്? സർ, ഞാൻ അയാളെ കൊണ്ടുപോയിക്കോട്ടെ? അല്ലെങ്കിൽ അയാൾക്ക് സംഭവിക്കുന്ന എന്ത് പ്രശ്നത്തിനും സാർ ഉത്തരവാദിയാവും. ഡോ, ഇങ്ങോട്ട് വാ. തന്നെ ഇപ്പൊ പൊയ്ക്കോളാൻ സമ്മതിച്ചോണ്ടേ ഇവിടെ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെട്ടു എന്നല്ല, ഈ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലാ നീ ഇപ്പൊ പുറത്തിറങ്ങുന്നേ. പൊക്കോ. താങ്ക് യു സർ. വാ. സാർ എന്ത് പരിപാടിയായി കാണിച്ചേ? അവൻ ഭ്രാന്തനാണെങ്കിലേ അതിനേക്കാളും കൂടുതൽ ഭ്രാന്ത് കാണിക്കാൻ നമുക്കറിഞ്ഞൂടെ? അവനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം. അവന്റെ എല്ലാത്തരം ബന്ധങ്ങളും അന്വേഷിക്കണം. വിടില്ല ഞാൻ അവനെ.
ദാ. നിക്കടാ. അയ്യോ അയ്യാ ഞാൻ ഭ്രാന്തനാണെന്ന് പറയാൻ തന്നോട് ആരാടാ പറഞ്ഞത്? ജീവ പിടിവിടും. ഏയ്, എന്നെ മാനസിക രോഗിയാക്കിയിട്ട് നിനക്ക് എന്താടാ കിട്ടുന്നേ? താനെന്തിനാ സർട്ടിഫിക്കറ്റ് അവരെ കാണിച്ചേ? പറയടാ. ജീവൻ സാർ മാർഗ് ജീവ എന്തായി കാണിക്കുന്നേ? പ്രശ്നമില്ല. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടലടാ. അയ്യോ എന്നെ സാർ ഇതോ ഇപ്പൊ നീ എന്തായി കാണിക്കുന്നേ? നിനക്കാ ഭ്രാന്ത്. എടാ, സത്യം ഉൾക്കൊള്ളാൻ നീ പഠിക്കണം. മാനസിക രോഗത്തിന് ചികിത്സിച്ച സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോ അവര് നിന്നെ വെറുതെ വിട്ടില്ലേ? എന്നിട്ട് അത് കാണിച്ചപ്പോ നിനക്ക് നാണക്കേട് അല്ലേ? ആടാ, ആടാ. എടാ ജീവൻ, നീ എന്തായി കാണിക്കുന്നു? വിടും. നിന്നെ കുറിച്ച് എല്ലാരും പറയുന്നത് ശരിയാ. നീ മാറിയിട്ടില്ല. നീ ഒട്ടും മാറിയിട്ടില്ല.